കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. നമസ്കാരം. ഞാൻ വ്യാസ കോളേജിൽ നിന്നും ഫിസിക്സ് പ്രൊഫസറായി റിട്ടയർ ചെയ്ത പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഇപ്പോൾ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വടക്കാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗഹൃദം സെന്ററിൻ്റെ ഡയറക്ടറാണ്. രാമായണം ഒരു മഹാകാവ്യം അല്ലെങ്കിൽ ഇതിഹാസമായിട്ടാണ് നാം കരുതുന്നത്. രാമായണം രചിച്ചത് വാൽമീകി രാമായണം രചിച്ചത് BC 200-നും AD 100-നും ഇടയിലാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അനേകം രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധ്യാത്മ രാമായണം എന്ന് പറയുന്ന ഭക്തി സാന്ദ്രമായ രാമായണം 14-15 നൂറ്റാണ്ടുകളിലാണ് രചിക്കപ്പെട്ടത്. അത് സംസ്കൃതത്തിലാണ് രചിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അനേകം രാമായണങ്ങൾ ഉണ്ടായതും ഒപ്പം തന്നെ നമ്മളുടെ കേരളത്തിലെ അതിപ്രധാനമായ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിക്കപ്പെട്ടതും എന്ന് നമുക്കറിയാം. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തെ വളരെ ചുരുക്കി 16,000-ൽ പരം വരികളുള്ള രാമായണമായിട്ടാണ് നമ്മൾക്ക് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ലഭിച്ചിരിക്കുന്നത്. ആകെ 20,008 വരികളാണ് എഴുത്തച്ഛന്റെ രാമായണത്തിലുള്ളത്. അത് ഉത്തര രാമായണം ഉൾപ്പെടെയാണ്. ഈ ഉത്തര രാമായണം എന്ന് പറയുന്നത് വാൽമീകി അടക്കമുള്ള കവികൾ എഴുതിയിട്ടുള്ളതല്ല, അത് കൂട്ടിച്ചേർത്തതാണ് എന്ന് പല ഗവേഷകന്മാരും ഈ സാഹിത്യ ഗവേഷകന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന രാമായണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാവും. ഇതിൽ പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും ആധുനിക ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പ്രധാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് അതിലെടുത്തു പറയാനുള്ളത് ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രം അതിൽ പറയുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിൽ പറയുന്ന അഗസ്ത്യമുനി ശ്രീരാമനോട് പറയുന്ന ഒരു മന്ത്രമാണ്, ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറയുന്ന മന്ത്രം. ഈ ആദിത്യ ഹൃദയ മന്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് സൂര്യനാണ് 14 ദേവതകളുടെയും അല്ലെങ്കിൽ 14 ലോകത്തിന്റെയും അവിടെയുള്ള ദേവന്മാരുടെയും എല്ലാം അധിപൻ. അതെല്ലാം അടങ്ങിയതാണ് സൂര്യൻ എന്ന് പറയുന്നത്. എല്ലാം തന്നെ അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ സൂര്യനിൽ അടങ്ങിയിരിക്കുന്നു. സൂര്യൻ അതിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം, ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നമുക്കറിയാം, സൂര്യൻ എന്ന് പറയുന്നത് വെറും പ്രപഞ്ചത്തിലെ ഒരു നക്ഷത്രം മാത്രമാണ്. അല്ലാതെ സൂര്യനിലെ എല്ലാം അടങ്ങിയിരിക്കുക അല്ലെങ്കിൽ സൂര്യന്റെ കീഴില് അല്ലെങ്കിൽ സൂര്യന്റെ കീഴിലാണ് ബാക്കിയുള്ള, അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞാണ് മറ്റുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ഉണ്ട്. അതിന് സൂര്യനെ പോലെയുള്ള യൂഥങ്ങളുണ്ട്. സൗരയൂഥം പോലെ ഓരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകമുള്ള യൂഥങ്ങളുണ്ട്. അതിൽ ഗ്രഹങ്ങൾ വേറെയുണ്ട്. അങ്ങനെയുള്ള ഈ സൂര്യനെ സംബന്ധിച്ച് അതിൽ പ്രതിപാദിക്കുന്നത് വളരെ നമുക്ക് ഇന്നത്തെ ആധുനിക ശാസ്ത്രം അറിയാവുന്നവർക്ക് അത് ഒരു തെറ്റായ രൂപത്തിലാണ് അതിലെ ഈ ആദിത്യ ഹൃദയ മന്ത്രത്തില് ചിത്രീകരിച്ചിരിക്കുന്നത്, സൂര്യനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത്. അതില് സൃഷ്ടി സ്ഥിതി സംഹാര കാരണൻ സൂര്യൻ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാര കാരണൻ എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്ന ബ്രഹ്മാവ്, സ്ഥിതി എന്ന് പറയുന്ന വിഷ്ണു, അതുപോലെ തന്നെ സംഹാരം എന്ന് പറയുന്ന ശിവൻ. അതിന്റെ എല്ലാം അധിപനാണ് സൂര്യൻ എന്ന് പറയുന്നു. അങ്ങനെ സൂര്യനെ കുറിച്ചുള്ള സങ്കല്പം കോസ്മോളജിക്കലായിട്ട് ഹിന്ദു കോസ്മോളജി അനുസരിച്ച്, ഹിന്ദു കോസ്മോളജിയിൽ എന്താണോ സങ്കല്പിച്ചിട്ടുള്ളത് ആ സങ്കല്പം അനുസരിച്ചാണ് അതിൽ സൂര്യനെ കുറിച്ച് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ഹിന്ദു കോസ്മോളജിയെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു. ആ കോസ്മോളജി എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നതല്ല. ഇപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തിയൊക്കെയാണ് നമ്മളുടെ അതിലെ ഓരോ കഥാപാത്രങ്ങളെയും
ജനന സമയവും അതുപോലെ ശ്രീരാമന്റെ തന്നെ ജനന സമയവും നക്ഷത്രങ്ങളുടെ നിലനിൽപ്പും എല്ലാം വർണ്ണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഈ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഈ ജ്യോതിഷത്തിന്റെ ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ ശാസ്ത്ര സങ്കല്പത്തിന്, അല്ലെങ്കിൽ ശാസ്ത്ര സങ്കല്പമല്ല, ശാസ്ത്ര ധാരണയ്ക്ക്, ശാസ്ത്രത്തിന് എതിരായിട്ടുള്ളതാണ്. ജ്യോതിഷത്തില് ഭൂമിയാണ് സെന്റർ. ഭൂമിക്ക് ചുറ്റും സൂര്യൻ ഒരു ഗ്രഹമാണ്. നവഗ്രഹങ്ങൾ എന്ന് പറയുന്നതിൽ നമുക്കറിയാം, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ നവഗ്രഹങ്ങളെ തൊഴാറുണ്ട്. ഈ നവഗ്രഹങ്ങളിൽ ഒന്നാണ് സൂര്യൻ എന്നാണ് പണ്ടത്തെ ധാരണ, പണ്ടത്തെ സങ്കല്പം അങ്ങനെയാണ്. വാസ്തവത്തിൽ അത് ആധുനിക ശാസ്ത്രത്തിന് എതിരാണ്. ആധുനിക ശാസ്ത്രം അങ്ങനെയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ആധുനിക ശാസ്ത്രം അനുസരിച്ച് സൂര്യൻ സെന്ററാണ്, അതിന് ചുറ്റുമാണ് മറ്റ് ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. പക്ഷെ അന്ന് ധരിച്ചിരുന്ന അങ്ങനെയല്ല. ഭൂമിയാണ് സെന്റർ, ഭൂമിക്ക് ചുറ്റും സൂര്യൻ പോലെയുള്ള ഗ്രഹങ്ങൾ, സൂര്യൻ ഒരു ഗ്രഹമായിട്ടാണ് അന്ന് കണക്കുകൂട്ടിയിരുന്നത്. അപ്പൊ ജ്യോതിഷത്തിൽ പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞ കോസ്മോളജിക്കൽ സങ്കല്പത്തിന് എതിരായിട്ട് വരികയാണ്. അതിൽ സൂര്യൻ എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും അധിപൻ സൂര്യനാണെന്ന് ആദിത്യ ഹൃദയത്തിൽ പറയുകയും, എന്നാൽ ഈ ജ്യോതിഷം അനുസരിച്ച് കാലനിർണയ രാമായണം എന്ന് പറയുന്ന രാമായണമുണ്ട്. അതായത് ഓരോ കാലങ്ങളെ സംബന്ധിച്ചും, ശ്രീരാമൻ ജനിച്ച കാലത്തെ സംബന്ധിച്ച്, സീത ജനിച്ച കാലത്തെ സംബന്ധിച്ച്, ലക്ഷ്മണൻ ജനിക്കുന്ന സമയത്തെ സംബന്ധിച്ചൊക്കെ വർണ്ണിക്കുന്ന ഒരു രാമായണമാണ് കാലനിർണയ രാമായണം എന്ന് പറയുന്നത്. ആ രാമായണം പറയുന്നത് അതിൽ കണക്കുകൂട്ടിയിരിക്കുന്നത് ഇന്നത്തെ ജ്യോതിഷം അനുസരിച്ചാണ്. ജ്യോതിഷത്തിന് അടിസ്ഥാനമാക്കിയാണ് അതിൽ കാലം നിർണയിച്ചിരിക്കുന്നത്. അപ്പൊ ആ കാലനിർണയം തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം സൂര്യൻ ഒരു ഗ്രഹമായിട്ടാണ് അതിൽ കണക്കൂട്ടിയിരിക്കുന്നത്, ഭൂമി സെന്ററായിട്ടാണ് കണക്കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, രാമായണത്തിലെ ഒരുപാട് കഥകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ കഥകളെല്ലാം തന്നെ സാങ്കല്പികമായ കഥകളാണ്. അതുപോലെ തന്നെ അത് പ്രവചനങ്ങളാണ്, അല്ലെങ്കിൽ ആ മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങള് കവിയുടെ ക്രാന്തദർശിത്വം കൊണ്ട് ഉണ്ടാകുന്ന ഭാവനകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ അതിൽ ശാസ്ത്രീയമായ ഒരു അടിത്തറയോ വസ്തുതയോ അതിലില്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. നമസ്കാരം. കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്